എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനമായി പരിഗണിക്കപ്പെടാനിരിക്കുന്ന ഒരു കേസ് കൂടിയാണിത്. വിഭജികയുടെ അമ്മയുടെ സഹോദരി എസ് ഷീലയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അഭിഭാഷക ഇന്ദിര മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വിഭജികയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം നാട്ടിലെത്തിക്കണം. ഇതിനായി MEA ഇടപെടണം. MEAക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകണം. അതാണ് ഈ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയറായി വന്നിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്, വിദേശകാര്യ മന്ത്രാലയത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകണം. ആ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടത്താൻ എന്താണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതോടൊപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാതിരിക്കണം, അത് ടാമ്പർ ചെയ്യപ്പെടരുത്. അതിനുള്ള ഒരു ഉറപ്പ് കൂടി, അക്കാര്യങ്ങൾ കൂടി വിദേശകാര്യ മന്ത്രാലയം ഉറപ്പാക്കണം. അതിനുള്ള നിർദ്ദേശവും കൂടി കോടതി നൽകണം എന്നതാണ് ഈ ഹർജിയിലെ ആവശ്യം. ആർട്ടിക്കിൾ 226 പ്രകാരം, അതായത് കോടതികൾക്ക് ഈ ഉത്തരവിടാം ബന്ധപ്പെട്ട അതോറിറ്റികളോട് ഈ കാര്യങ്ങൾ സംരക്ഷിക്കണം, ഫണ്ടമെന്റൽ റൈറ്റ്സ് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഒരു കാര്യം, ആ ഒരു റിലീഫാണ് ഇവിടെ തേടിയിരിക്കുന്നത്. ഇതോടൊപ്പം ഈ ഹർജിയിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോൾ തന്നെ കുണ്ട്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് നിതീഷിനും നീതുവിനും അച്ഛൻ മോഹനുമെതിരെയാണ് കേസ്. ഇത്തരത്തിൽ ഗാർഹിക പീഡനം അടക്കം ഏറ്റുവാങ്ങിയ ശേഷമാണ് ഈ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്നതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇക്കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നതാണ് ഇതിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. കൂടാതെ ഇതിൽ പേഴ്സണൽ ഡയറി, അതോടൊപ്പം ഉള്ള ലാപ്ടോപ്പ് വിഭജികയുടെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മിസ്സിംഗ് ആണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കണം. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് എന്നും ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച ശേഷം റീപോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ കോസ് ഓഫ് ഡെത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്ന് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ തന്നെയാണ്. അതാണിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വിഭജികയുടെ അമ്മയുടെ സഹോദരിയാണ് ഈ അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.